തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. ലാലൂർ ക്ഷേത്രത്തിൽ കൊടിയേറി. 8 ഘടകക്ഷേത്രങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയിൽ കൊടിയേറും. ലാലൂർ ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ വൈകിട്ട് 8 മണിയോടെയാണ് കൊടിയേറ്റ്. ഇതോടെ തൃശൂർ പൂരാവേശത്തിലേക്ക് പൂർണ്ണമായും കടക്കും. ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം. അവിടെ നിന്നുള്ള വിശേഷങ്ങളുമായി MS ലിഷോയും ഗോകുലുമുണ്ട്. ആദ്യം ലിഷോയിലേക്ക്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അവിടെ കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം? വളരെ ഭക്തിസാന്ദ്രവും ആഘോഷപൂർണവുമാണോ അവിടെ? തീർച്ചയായും തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് 8 ഘടകക്ഷേത്രങ്ങളിൽ ആദ്യ കൊടിയേറ്റാണ് നടന്നത്. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യ കൊടിയേറ്റ് നടന്നത്. ഇന്ന് വൈകുന്നേരം 8 മണി വരെ ഇത്തരത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് നടക്കും. 11 മണിയോടുകൂടി തിരുവമ്പാടിയിൽ കൊടിയേറ്റ്, അതിനുശേഷം 11:15 പാറമേക്കാവിൽ കൊടിയേറ്റ്, വൈകുന്നേരം ഏറ്റവും അവസാനം നെയ്തലക്കാവിൽ കൂടി കൊടിയേറുന്നതോടുകൂടിയാണ് തൃശ്ശൂർ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ ഒരു തിമിർപ്പിലേക്ക് കടക്കുക. എന്തായാലും അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ. അവിടെ കൊടിയേറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് വിവിധ കക്ഷികളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. സുനിലേട്ടാ, എല്ലാ കൊല്ലവും നമ്മൾ ഇവിടെ വെച്ച് കാണാറുണ്ട്. ഇവിടുത്തെ ലാലൂര് കൊടിയേറ്റ് നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഇന്ന് കണ്ടുമുട്ടി, അത്രേ ഉള്ളൂ. പൂരാവേശം എങ്ങനെയുണ്ട് ഇത്തവണ? പൂരാവേശം ഗംഭീരമായിരിക്കും. ഇന്നലെ ചെറിയ മഴ പെയ്തുകൊണ്ട് ചൂട് ഇത്തിരി കുറവുണ്ടാവും. ഇനി മഴ പെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി പൂരം കഴിഞ്ഞിട്ട് മഴ പെയ്യാൻ പറ്റുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ ഇടയ്ക്ക് ഈ നമ്മുടെ പൂരം കൂടി വരികയാണ്. അപ്പൊ ആളുകളുടെ ഈ വിഷു ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ആളുകളുടെ ഒരു തിരക്ക് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡായിരുന്നു. ഇത്തവണ അതിലും കൂടാനായ സാധ്യത. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെക്കേഷൻസ് എല്ലാം ഒരു പതിവിൽ വ്യത്യസ്തമായ രീതിയിലേക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ആളുകൾ ധാരാളം പൂരത്തിന് വരും. പിന്നെ തൃശ്ശൂർ പൂരത്തിന് ഓരോ കൊല്ലം ചെല്ലുന്ന ഒരാളുടെ എണ്ണം വർദ്ധിച്ച് വരികയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ സാധാരണ പൂരം കാണാനുള്ള ഒരു വിമുഖത കാണിച്ചിരുന്നു പണ്ട് കാലത്തൊക്കെ. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത സ്ത്രീകൾ വ്യാപകമായിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ ഇഷ്ടം പോലെ പൂരത്തിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പൂരത്തിൽ വരുന്നവരുടെ എണ്ണം ധാരാളം വർദ്ധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പൊളിക്കാം, ഗംഭീരാക്കാം നമുക്ക്. അതാണ് എല്ലാ തവണത്തെയും പോലെ ഗംഭീരമായി തന്നെ ഇത്തവണയും പൂരം നടക്കും. അതിനോടൊപ്പം തന്നെ അതിന്റെ ചടങ്ങുകളെല്ലാമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ശരി ലിഷോ, ഇത്തവണ ഈ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ പൊരിക്കാം. അപ്പോൾ നമുക്ക് ഗോകുൽ VS പാറമേക്കാവിൽ നിന്നും ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ കൊടിയേറ്റിന്റെ സമയമാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്താണ് ഒരുക്കങ്ങൾ? അവിടുത്തെ ചടങ്ങുകൾ എന്താണ്? അവിടുത്തെ ഒരു ആഘോഷവും സന്തോഷവും ഭക്തിയും ഒക്കെ എങ്ങനെയുണ്ട്? മോദി, പാറമേക്കാവിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ഏകദേശം 11 മണിക്കും 11:15 ഇടയിലൊക്കെ ആയിരിക്കും ഇവിടെ കൊടിയേറ്റം ഉണ്ടാവുക. ഇതോടുകൂടി തൃശ്ശൂർ നഗരവും പാറമേക്കാവും ഒക്കെ പിന്നെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ്, പൂരത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്, പൂരാവേശത്തിലാണ്. കുറച്ച് നേരം മുമ്പ് കൂടെ സുരേഷ് ഗോപിയൊക്കെ വന്ന് ഇവിടെയൊക്കെ എല്ലാ ആളുകളെയൊക്കെ കണ്ട് മടങ്ങിയിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു കൊടിയേറ്റ് കഴിഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് പൂരത്തിൻ്റെ ദിവസങ്ങളാണ്. എങ്ങനെയാണ് പൂരത്തിൻ്റെ ആവേശങ്ങളൊക്കെ? ഇന്ന് എപ്പോഴായിരിക്കും കൊടിയേറ്റലുണ്ടാവുക? ഇന്നത്തെ പൂരത്തിൻ്റെ, തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റം മിഥുനം രാശിയിലാണ് വരുന്നത്. 11:20-നും 12:15-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റം ഈ വർഷം കൂടി തുടങ്ങുകയാണ്. പിന്നെ പൂരത്തിൻ്റെ ഒഴുക്കങ്ങൾ ഈ മാസം 1-ാം തീയതി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം അത്യപൂർവമായി മാത്രമാണ് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനവും അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിൽ വരണത്. ഒരേ ദിവസം തന്നെ വന്നിട്ടുണ്ട്, പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ പൂരത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ പതിവുള്ളതായ സുഹൃതഹോമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ആരംഭിക്കുകയും അതിനുശേഷം തൃശ്ശൂർ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തിനോട് അനുബന്ധമായി നടത്താറുള്ളതായ ദ്രവ്യകലശവും, ആ ദ്രവ്യകലശം കഴിഞ്ഞ് ഇന്നലെ പ്രതിഷ്ഠാദിനമായിരുന്നു. ആ പ്രതിഷ്ഠാദിനം കഴിഞ്ഞ് ഇന്ന് തൃശ്ശൂർ പൂരത്തിന് കൊടികേറുന്നു. ആ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ നാളെ വിഷുവാണ്. അത് കഴിഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു മാസത്തോളം
1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ളതായ ഒരു ഏകദേശം 10-20 ദിവസത്തോളമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരപരമായ ചടങ്ങുകൾ ശരി ഗോകുൽ. ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനി കൊടിയേറ്റത്തിന് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ചടങ്ങുകളൊക്കെ അവിടെ ആരംഭിച്ചു. സുരേഷ് ഗോപി, അവിടുത്തെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ഇന്ന് കൊടിയേറും, പിന്നെ അതങ്ങോട്ട് ഇങ്ങനെ മൂത്ത് വരേണ്ടതല്ലേ. അല്ല, അങ്ങനെ പറയാൻ വയ്യ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ കാര്യം, പൂരം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഉത്സവം. ഇല്ല, പ്രചരണവുമായിട്ട് തന്നെയാണ്. അപ്പോൾ ശരി ലിഷോയ്, ഗോകുൽ രണ്ടാളും രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മളൊപ്പം ചേർന്നു വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പോൾ തൃശ്ശൂർ പൂരം ഇനി ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തൃശ്ശൂർ പൂരം അരങ്ങേറാൻ എന്ന് പറയും